അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഫർ ഓവർഫ്ലോ വൾണറബിലിറ്റിയുടെ രണ്ടാമത്തെ എക്സ്പ്ലോയിറ്റ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പോവാണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ബഫർ ഓവർഫ്ലോ വൾണറബിലിറ്റി വെച്ച് നമ്മൾ ഒരു ഫംഗ്ഷൻ പോയിന്റ് നമ്മൾ ഓവർറൈറ്റ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ റിട്ടേൺ പോയിന്ററാണ് ഓവർറൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊരു ഫംഗ്ഷനും സിയിലാണെങ്കിലും C++ലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും ഒരു ഫംഗ്ഷൻ അതിൻ്റെ അകത്തുള്ള സ്കോപ്പിൻ്റെ അകത്തുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ അവസാനം റിട്ടേൺ പോകും. അതായത് ആ ഫംഗ്ഷൻ എവിടെ നിന്നാണോ വിളിച്ചത് അതിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇത് രണ്ട് ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിട്ടേൺ പോകുന്നുണ്ട്. ഈ റിട്ടേൺ പോകുന്നത് ശരിക്കും എവിടെ നിന്നാണോ ഈ മെയിൻ ഫംഗ്ഷൻ വിളിച്ചത് അതിലേക്ക് തിരിച്ചു പോകും. അതായത് നമ്മുടെ കേസിൽ അത് OS ആണ് എന്ത് ചെയ്തത്, ഈ മെയിൻ ഫംഗ്ഷൻ വിളിക്കണം. അപ്പോൾ OSലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഇതാണ് നമ്മുടെ ഹിഡൻ ഫംഗ്ഷൻ നമ്മളുടെ മെയിലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനിൽ നമ്മൾ ഹിഡൻ ഫംഗ്ഷൻ വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നോർമൽ കേസിൽ എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മളൊരു ക്യാരക്ടർ അറേ കൊടുത്തിട്ടുണ്ട്. ഒരു 16 ബൈറ്റ് സൈസുള്ള ഒരു ക്യാരക്ടർ അറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഗെറ്റസ് ഫംഗ്ഷൻ. ഈ ഗെറ്റസ് ഫംഗ്ഷൻ ഒരു കുഴപ്പമുണ്ട്, അതായത് ബൗണ്ട് ചെക്കിംഗ് ഇല്ല. അതായത് നമ്മളിപ്പോൾ ഈ കേസിൽ ഇവിടെ നമ്മുടെ ക്യാരക്ടർ ബഫർ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് 16 ബൈറ്റാണ് സൈസ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഗെറ്റസിൽ നമ്മൾ ബഫറിലേക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 16 ബൈറ്റ് സൈസ് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത് അത് ഇൻപുട്ട് ചെയ്യണ ആളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ 17ാമത്തെ ബൈറ്റ് കൊടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗെറ്റസ് അതേപടി ബഫറിൽ മെമ്മറി ലൊക്കേഷനിൽ ബഫറിൽ 16 ബൈറ്റ് കഴിഞ്ഞ് 17th ബൈറ്റ് അഡ്ജസ്റ്റന്റ് ബൈറ്റ് എന്ത് ചെയ്യും, ഓവർറൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വൾണറബിലിറ്റി. നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, കേട്ടോ, നമുക്കൊരു വാണിംഗ് കമ്പൈലർ തരുവാണ്. അതായത് ഗെറ്റസ് the getters function is dangerous and should not be used. കാരണം ഈ ബൗണ്ട് ചെക്കിങ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ കമ്പൈലർ നമുക്ക് റെക്കമെൻഡ് ചെയ്യാണ് ഗെറ്റസിന് പകരം fgetters ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എററൊന്നുമില്ല, വാണിംഗേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടബിൾ ഫയൽ നമുക്ക് കമ്പൈലായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ഗെറ്റസ് ഫംഗ്ഷൻ പ്രോംപ്റ്റ് ഇൻപുട്ട് ചോദിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഹലോ, അത് എക്സിറ്റ് നോർമലി. ഓക്കെ, ഇനി നമുക്ക് GDBയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടബിൾ ഓഫ് ചെയ്യണം. അതായത് ഇത് കമ്പൈലർ ഫ്ലാഗ്സ് ആണ്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ സ്റ്റാക്ക് പ്രൊട്ടക്ടറും ഓഫ് ചെയ്യുക. ഇതൊക്കെ ഓരോ അതായത് ഈ അതായത് പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടബിൾ, സ്റ്റാക്ക് പ്രൊട്ടക്ടർ, ഇതൊക്കെ ഓരോ സെക്യൂരിറ്റി മെക്കാനിസംസ് ആണ് കമ്പൈലർ ചെയ്യുന്നത്. ഇത് നമുക്ക് നോർമലി കമ്പൈൽ ചെയ്യുമ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് ഇത് അവർ കൊടുക്കുന്നുണ്ട്. അതായത് നോർമലി നമ്മൾ ഈ ഫ്ലാഗ്സ് ഇല്ലാണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ കമ്പൈൽ ചെയ്യുമ്പം അതായത് പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടബിൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റാക്ക് പ്രൊട്ടക്ടറും ഓട്ടോമാറ്റിക്കലി കമ്പൈലർ കൊടുക്കും. ഓക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ ഡീബഗറിൽ നമുക്കിട്ട് ടെസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ എക്സ്പ്ലോയിറ്റ് എഴുതാൻ നേരത്ത് നമുക്ക് ഇത് ബൈ ഡിഫോൾട്ട് ഓൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പ്ലോയിറ്റ് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ഡീബഗർ GDB ആണ്. GNU ഡീബഗർ, നമ്മുടെ എക്സിക്യൂട്ടബിളിൻ്റെ പേര് ടെസ്റ്റ്. ഓക്കെ, ഇനി ഒരു ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, അതായത് ഇതിൻ്റെ സിൻടാക്സ് നമുക്ക് AT&T ബൈ ഡിഫോൾട്ട് AT&T സിൻടാക്സ് ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഇൻ്റലിൻ്റെ സിൻടാക്സ് ആക്കാം. അതായത് അസംബ്ലി കോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ടെസ്റ്റ് എന്ന് പറയും, നമ്മൾ പേര് കൊടുത്തു. അതിന് എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ മെഷീൻ കോഡിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോം, അതായത് അസംബ്ലി കോഡിലേക്ക് നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഡിസസംബിൾ ചെയ്യാൻ നമ്മൾ നോക്കണമെന്നുള്ളത് ഇവിടെ കൊടുക്കുക, അതായത് മെയിൻ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള അസംബ്ലി ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അസംബ്ലി കോഡ് നമുക്ക് അധികമായിട്ട് അറിയണമെന്നൊന്നുമില്ല. അതായത് ഇതാണ് നമ്മുടെ അഡ്രസ്സ്. നമ്മുടെ ഒബ്ജക്റ്റ് ഫയലിൽ നമ്മുടെ എക്സിക്യൂട്ടബിൾ ഫയലിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് കിടക്കണം. ഇതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. പുഷ്, MOV, സബ്, LEA, മൂവ്, കോൾ, ഇതൊക്കെ ഓരോ ഇന്റൽ x86 ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതാണ് മെമ്മറിയിൽ എവിടെയാണ് ഇൻസ്ട്രക്ഷൻസ് കിടക്കണമെന്നുള്ളതിൻ്റെ അഡ്രസ്. ഈ RBP, RSP, RAX എന്നൊക്കെ പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്, CPUവിൻ്റെ അകത്തുള്ള രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് പോയിന്റ് കൊടുക്കാം. മെയിൻ, അതായത് B സ്പേസ്, നമുക്ക് എവിടെയാണോ ബ്രേക്ക് പോയിന്റ് കൊടുക്കേണ്ടത് നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം. ഒന്നെങ്കിൽ മെയിൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡ്രസ്സ് കൊടുത്താലും. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് പോയിന്റ്. ഇനി നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, 6 കൊടുക്കാം. ഇപ്പോൾ റൺ കൊടുത്തപ്പോൾ ഫസ്റ്റ് ബ്രേക്ക് പോയിന്റ് ഹിറ്റ് ആയിട്ടുണ്ട്, അതായത് 401147, അതായത് ഇവിടെ വന്ന് കിടക്കുവാണ്. നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഡിസസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആരോ കാണാൻ പറ്റും. അതായത് ഈ ആരോ സൂചിപ്പിക്കുന്നത് എവിടെയാണ് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഒന്ന് കിടക്കണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോണ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതാണ് അങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഗെറ്റസ് ഫംഗ്ഷൻ ഇപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് ചോദിക്കുകയാണ് എന്താ ഇൻപുട്ട്. ഹലോ, അപ്പോൾ എക്സിറ്റഡ് നോർമലി. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ദ പ്രോഗ്രാം ഈസ് നോട്ട് ബീങ് റൺ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഗെറ്റസ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് ഇവിടെയാണ്. ഗെറ്റസ് അറ്റ് PLT ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഗെറ്റസ് ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ലൈൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് കൊടുക്കാം. ബ്രേക്ക് പോയിന്റ് ആയിട്ട് 401160 ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്യും. ഫസ്റ്റ് ബ്രേക്ക് പോയിന്റ് ഹിറ്റായി, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗെറ്റസ് ഫംഗ്ഷൻ്റെ അവിടെ വന്നിട്ടുണ്ട്, അതായത് ഈ ഇൻസ്ട്രക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. ജസ്റ്റ് ഇത് കൊടുക്കാം, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 16 ക്യാപിറ്റൽ A ക്യാരക്ടേഴ്സ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് പോയിന്റ് 2 ഹിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ആരോ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഗെറ്റസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡീബഗറിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാക്ക് എങ്ങനെയാണ് ലേഔട്ട് കിടക്കണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ 30 കൊടുക്കാം, 30 വേർഡ് ഹെക്സാഡെസിമലിൽ കൊടുക്കാം നമുക്ക്. ഇവിടെ അല്ലെങ്കിൽ giant SP. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം നമ്മുടെ സ്റ്റാക്കിൻ്റെ RSP എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ ആണ്. അപ്പോൾ ഈ സ്റ്റാക്ക് പോയിന്റർ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇൻഫോ രജിസ്റ്റേഴ്സ്, ഇതാണ് നമ്മുടെ രജിസ്റ്റേഴ്സ്. RAX, RBX, RCX, RDX, RSI, RDI, RBP, RSP, ഇങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടം വരെ. അപ്പോൾ ഇതൊക്കെ CPUവിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ടെമ്പററി മെമ്മറി ഇതാണ് 64 ബിറ്റ് സൈസുള്ള. ഓക്കെ, അപ്പോൾ
അതിൽ പ്രധാനപ്പെട്ട ഇതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാം. RBP എന്ന് പറയുമ്പോൾ ബേസ് പോയിന്റർ, RSP എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ, പിന്നെ RIP എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കും കിടക്കുന്നത്. 401160 അതാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 401160 ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുമ്പോൾ ഉണ്ടോ DA50 ആണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും DA50 ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെമ്മറി ലേഔട്ട്. അതായത് 30 G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ബിറ്റ്. ഓക്കെ, അതായത് ജയൻ്റ് വാല്യൂ എന്നാണ് ഇതിൽ പറയണത്. 32 ബിറ്റ് വരുമ്പോൾ വേർഡ് എന്ന് പറയും നമ്മൾ. G ആണെങ്കിൽ ജയൻ്റ് വേർഡ്. പിന്നെ ഈ X എന്ന് പറയുന്നത് അതായത് നോർമലി മെമ്മറിയിൽ കിടക്കുന്നത് എങ്ങനെയാണ്, ബൈനറിയാണ് കിടക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് ഡീകോഡ് ചെയ്ത് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതിനാണ് ഈ X കിടക്കുന്നത്. നമ്മുടെ ഹെക്സാഡെസിമലിലാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ X കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ B കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൈനറി കാണിക്കും, S കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൽ കാണിക്കും. ഓക്കെ, ഇനി RSP എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്ററിൻ്റെ വാല്യൂവിൽ നിന്ന് ഒരു 30 ജയൻ്റ് വേർഡ്, അതായത് 30 × 64 ബിറ്റ് വാല്യൂസാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് hex 41414141 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ A ആണ് കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ ഒരു 16 കൊടുത്തു. ഈ ക്യാപിറ്റൽ ലെറ്റർ എയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ASCII ടേബിളിൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇക്വലൻ്റ് ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് hex 41 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 16 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 1 2 3 4 5 6 7 8 അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു 8 കൂടെ, അപ്പോൾ 16. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 16 ബൈറ്റ്സ്. ഇത് ഒരു hex 41 എന്ന് പറയുന്നത് ഒരു ബൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ 16 ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുന്നുണ്ട്. 16 hex 41s ഇവിടെ മെമ്മറിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അതിന് NI കൊടുത്താൽ മതി, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ 401165 അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന് നിൽക്കും. ഈ റിട്ടേണിൻ്റെ അവിടെ വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നിന്ന് നോക്കാം. 401166 എക്സ്റ്റൻഷൻസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ 401166. ഓക്കെ, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിൽ കിടക്കേണ്ട അഡ്രസ്സ് അത് പോപ്പ് ചെയ്യും, എന്നിട്ട് ആ അഡ്രസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാക്കിൻ്റെ ലേഔട്ട് നോക്കാം. കണ്ടോ, അപ്പോൾ ഇപ്പം RSPയുടെ വാല്യൂ എന്ന് പറയുന്നത് DA68 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സാണ് ഇത് പോപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ DEF510 എന്ന് പറയുന്ന അഡ്രസ്സാണ് ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വിളിക്കുമ്പോൾ പോപ്പ് ചെയ്തിട്ട് ഈ അഡ്രസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ DA68 നമ്മുടെ ഗെറ്റസ് വിളിച്ച് കഴിഞ്ഞ ഉടനെ എങ്ങനെയാണ് സ്റ്റാക്കിൽ കിടക്കണേ എന്നുള്ളത് നമുക്ക് DA68. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് DA50. ഇവിടെ ഇതാണ് DA50 എന്ന് പറയുന്നത്. ഇത് ലിറ്റിൽ എൻഡിയൻ ആണ്. ഇന്റലിലെ CPU ആണ് ലിറ്റിൽ എൻഡിയൻ ആണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ DA50 51 52 53 54 55 56 57 പിന്നെ 58 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, 8 9 പിന്നെ വരുന്നത് എന്താ A B C D E F. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് F കഴിഞ്ഞിട്ട് എന്ത് വരും, തിരിച്ച് 60 റൗണ്ട് ചെയ്ത്. കാരണം 16 ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് ഉള്ളത്. അതായത് 0 to 9 പിന്നെ A to F. ഓക്കെ, അപ്പോൾ ഇത് 60 ആണ് ഇവിടെ. 61 62 63 64 65 66 67 പിന്നെ കഴിഞ്ഞിട്ട് 68 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് X10. അപ്പോൾ നമുക്ക് ഓവർ റൈറ്റ് ചെയ്യേണ്ടത് എവിടെയുണ്ട്, 68 ഈ വാല്യൂ
10 F510 ഉണ്ടോ, F510. അപ്പോൾ നമുക്ക് ശരിക്കും ഓവർ റൈറ്റ് ചെയ്യേണ്ടത് ഈ 64 ബിറ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ആദ്യം 16 ക്യാരക്ടേഴ്സ് കൊടുക്കും, 8 ക്യാരക്ടേഴ്സ്, പിന്നെ ഇവിടെ 8, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു പാഡിങ് 8 ബൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ഓവർ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത 8 ബൈറ്റ് നമുക്ക് ഇവിടെ ഓവർ റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പ്രോഗ്രാം ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എക്സിറ്റ് ആയി, റണ്ണ്, ഫസ്റ്റ് ബ്രേക്ക് പോയിന്റ് ഹിറ്റായി, കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, നമുക്ക് നമ്മൾ പറഞ്ഞെന്താ, അതായത് ഇത് നമ്മൾ 16A കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട് നമ്മുടെ സ്ട്രിങ്, നമ്മുടെ ബഫർ. ഇനി അടുത്തൊരു പാഡിംഗ് ആയിട്ട് നമുക്കൊരു 8 ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് എക്ക് ഒരു ബി കൊടുക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്, ഇതാണ് നമ്മുടെ ശരിക്കും റിട്ടേൺ അഡ്രസ്സ് വരുന്നത്. അതൊരു 8 ബൈറ്റ്, നമുക്ക് സി കൊടുക്കാം. 1 2 3 4 5 6 7 8. നമുക്ക് എൻ്റർ കൊടുക്കാം. ബ്രേക്ക് പോയിന്റ് 2 ഹിറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, അതായത് നമ്മുടെ 16 ക്യാരക്ടേഴ്സ് ഇവിടെ ഓവർ റൈറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ ബിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഹെക്സാഡെസിമൽ hex42 എന്നാണ്. അപ്പോൾ അത് ഓവർ റൈറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സി കൊടുത്തിട്ടുണ്ടായിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ സി ഈക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഹെക്സാഡെസിമൽ hex43 ആണ്. അപ്പോൾ ഇത് ഓവർ റൈറ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓവർ റൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, ഇനി നമുക്ക് സ്റ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഈ അഡ്രസ്സ് ആയിരിക്കും അടുത്ത റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് കോപ്പി ചെയ്യാൻ പോകുന്ന അഡ്രസ്സ്. പക്ഷേ ഇതൊരു ഇൻവാലിഡ് അഡ്രസ്സാണ്. അപ്പോൾ നമ്മളിത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വരും. കാരണം ഈ റിട്ടേൺ അഡ്രസ്സിന് ഇതൊരു വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സല്ല. ഓക്കെ, അതുകൊണ്ടാണ് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പ്ലോയിറ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം പൈത്തണിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടെർമിനലിൽ വേറെ ഒരു വിൻഡോ എടുക്കാം. ഫോൾഡറിൽ പോകാം. എന്നിട്ട് ഞാനൊരു പൈത്തൺ ഫയൽ നമ്മളൊരു എക്സ്പ്ലോയിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മുടെ സ്ട്രിങ്, നമ്മൾ ക്യാരക്ടർ എ നമ്മൾ എത്ര കൊടുത്താൽ 16. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വന്നത്, ഒരു പാഡിങ് വന്നിട്ടുണ്ട്. ക്യാരക്ടർ ബി ആണ് കൊടുത്തത്. നമ്മൾ എത്രയാണോ കൊടുത്തത്, 8. അടുത്താണ് നമ്മുടെ അഡ്രസ്സ്. ഇനി അഡ്രസ്സ് കൊടുക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യം ഇവിടെ തിരിച്ചു പോയിട്ട് നമുക്ക് നമ്മുടെ ഹിഡൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസസംബിൾ ചെയ്യും. ഇതാണ് ഹിഡൻ ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്കതിനെ നമ്മുടെ DIS ഉപയോഗിച്ചിട്ട് ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹിഡൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഹിഡൻ ഫംഗ്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, 40 ഹെക്സ് 000 വന്നിട്ട് 401136. അപ്പോൾ ഈ അഡ്രസ്സ് എന്ത് ചെയ്യാം, നമ്മൾ കോപ്പി ചെയ്യാം. എന്നിട്ട് ഓക്കെ, അപ്പോൾ ഇത് ലിറ്റിൽ എൻഡിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യും. hex36 സെപ്പറേറ്റ് ചെയ്തു, hex11 hex40 hex00 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 hex00.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ അഡ്രസ്സ് നമ്മൾ നമ്മുടെ പൈത്തൺ ഫയലിലേക്ക് നമ്മൾ അവിടെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് വെറുതെ ഇത് അതേപടി കോപ്പി ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ കോപ്പി ചെയ്ത പോലെ നമ്മുടെ അഡ്രസ്സ് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം ഇത് ലിറ്റിൽ എൻഡിയനാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 36 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, മെമ്മറിയിൽ ആദ്യം വരും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ 36 എക്സ് കൊടുക്കും. ഫസ്റ്റ് എക്സ് 36 നമ്മൾ കോപ്പി ചെയ്തിടുന്നു. പിന്നെ x11 കോപ്പി ചെയ്യുന്നു. പിന്നെ x40 കോപ്പി ചെയ്യുന്നു. പിന്നെ x00 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട്. ഓക്കെ, 1 2 3 4 5. ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്മൾ ഇത് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ 36 അല്ലെങ്കിൽ 0000 401136 വെറുതെ ഈ സ്ലാഷ് എക്സ് കൊടുത്തിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂവിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കിത് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ തന്നെ കിടക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ \x കൊടുത്തേക്കണം. ഓക്കെ, അതായത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്യാരക്ടർ A × 16 കൊടുക്കും. അതായത് ഈ ക്യാരക്ടറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂ പോയിട്ട് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ, അതായത് ബൈനറി വാല്യൂവിലേക്കാണ് ഇവിടെ കൺവേർട്ട് ആണ്. ഇവിടെ അതുപോലെ തന്നെ ബി. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 0യുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂയുടെ മെഷീൻ കോഡിലേക്ക് അല്ലെങ്കിൽ ബൈനറി വാല്യൂവിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എസ്കേപ്പ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. പ്ലസ് അഡ്രസ്. ഓക്കെ, Ctrl+O വെച്ച് സേവ് ചെയ്തു. Ctrl+X. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തു. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഇത് വരുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. EXP എന്ന ഫയലിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡീബഗറിലേക്ക് വന്നിട്ട് ഈ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ആ ഫയൽ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ബ്രേക്ക് പോയിന്റ് ഹിറ്റായി കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഗെറ്റസ് ഈ പ്രാവശ്യം നമുക്ക് പ്രോംപ്റ്റ് ചെയ്തില്ല. കാരണം ഗെറ്റസ് വിളിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഫയലിൽ നിന്നുള്ള വാല്യൂ കയറിയിട്ടുണ്ട്. ബ്രേക്ക് പോയിന്റ് 2 ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റാക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം സ്റ്റാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ 16 ബൈറ്റ് ക്യാരക്ടർ A ഓവർറൈറ്റായി, അല്ല ബഫർ വന്നിട്ടുണ്ട്. ക്യാരക്ടർ B ഓവർറൈറ്റ് ആയിട്ടുണ്ട് 8. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഹിഡൻ ഫംഗ്ഷൻ്റെ അഡ്രസ്സ് കേട്ടോ. ഈ അഡ്രസ്സ് നമ്മൾ ഇവിടെ കൊടുത്തിരുന്നത് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓവർറൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് 401136. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഇനി സ്റ്റാക്ക് നോക്കാം. ഓക്കെ,
ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പോപ്പ് ചെയ്യാൻ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാൻ പോണ അഡ്രസ്സ് ഇതാണ് 401136 സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓവർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇവിടെ കാണാം ഹിഡൻ ഫംഗ്ഷൻ റാൻ സക്സസ്ഫുള്ളി. ഇനി ഇവിടെ ഇത് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ നേരെ വിളിച്ചേക്കുമാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മുടെ ഡിസസംബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതുണ്ട്, ഇവിടെ ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ടും പോകുന്നില്ല. കാരണം ഈ ഫംഗ്ഷനെ നമ്മൾ നോർമൽ കേസിൽ നിന്ന് മെയിനിൽ നിന്ന് വിളിച്ചതല്ല. അതുകൊണ്ടാണ് ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നപ്പം ഏതോ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള അഡ്രസ്സിലേക്കാണ് റിട്ടേൺ പോയത്. കാരണം മെയിനിൽ നിന്ന് വിളിച്ചായിരുന്നെങ്കിൽ തിരിച്ച് മെയിലിലോട്ട് വന്നത്. കാരണം നമ്മൾ ശരിക്കും ഇത് മെയിനിൽ നിന്നല്ല വിളിച്ചേക്കുന്നത്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫംഗ്ഷൻ കോഡ് അല്ല അവിടെ നടത്തിയത്. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഈ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് റിട്ടേൺ പോകാൻ നേരത്ത് അത് ഏതോ ഒരു ജങ്ക് വാല്യൂവിലേക്കാണ് അത് റിട്ടേൺ പോയത്. അപ്പോൾ നമ്മുടെ ഇത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഡീബഗർ ഇല്ലാണ്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഹിഡൻ ഫംഗ്ഷൻ റാൻ സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമ്മുടെ പൈപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ലിനക്സിൽ. അതായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു അടുത്ത ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിലേക്ക് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ സിമ്പിളിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡീബഗർ ഇല്ലാണ്ട് റൺ ചെയ്ത് നമ്മുടെ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് ഹിഡൻ ഫംഗ്ഷൻ റൺ ആയിട്ടുണ്ട്. നമ്മുടെ എക്സ്പ്ലോയിറ്റ് കൊടുത്തു കഴിഞ്ഞു, എക്സ്പ്ലോയിറ്റ് ഇൻപുട്ടായിട്ട് നമ്മുടെ എക്സിക്യൂട്ടബിളിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിഡൻ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെൽ കോഡ് ഇഞ്ചക്ഷൻ നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫണ്ടമെൻറ്റൽസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ.